Dear students, I welcome all of you to Holy Trinity Educare Center. So the Unit 1, Glimpses of Green, Adventures in a Banyan Tree, Activity Session. Activity 2. The boy was very much thrilled by his acquaintance with the squirrel. ആൺകുട്ടി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അക്വൈൻറ്റൻസ് കാരണം എന്താണ്? അക്വൈൻറ്റൻസ് വിത്ത് ദ സ്ക്വറൽ, പരിചയം. ആ സ്ക്വറലുമായിട്ട്, ആ ഒരു അണ്ണാനുമായിട്ടുള്ള പരിചയത്തിൽ അവൻ വളരെയധികം ത്രില്ഡായിരുന്നു. He writes a letter to his friend. ഫ്രണ്ടിന് ഒരു കത്ത് എഴുതുകയാണ്. telling him about his new friend. Who is the new friend? സ്ക്വിറലാണ് അവിടുത്തെ ന്യൂ ഫ്രണ്ട്. ആ ന്യൂ ഫ്രണ്ടിനെ കുറിച്ച് മറ്റൊരു സുഹൃത്തിന് എഴുതുകയാണ്. അപ്പോൾ നമ്മൾ അവനെ സഹായിക്കണം. ഹെൽപ്പ് ഹിം റൈറ്റ് ദ ലെറ്റർ. അപ്പോൾ ലെറ്ററിൻ്റെ ഫോർമാറ്റ് നമുക്ക് നോക്കാം. So first is the Ivy Cottage, Landerkant, Dehradun. That is a സെൻറ്റേഴ്സ് അഡ്രസ്. അയക്കുന്ന ആളുടെ അഡ്രസ്സാണ്, വിത്തൗട്ട് നെയിം. അയക്കുന്ന ആളുടെ അഡ്രസ്സ് വന്നിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ നെയിം അവിടെ മുകളിൽ ചേർക്കേണ്ട കാര്യമില്ല. അവിടെ ഐവി കോട്ടേജ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു കോമ ചേർക്കാം. ലാൻഡർകാന്റ് കൻറ്റോൺമെൻറ്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവിടെ ഒരു കോമ ചേർക്കാം. ഡെറാഡൂൺ കഴിഞ്ഞിട്ട് അവിടെ ഒരു കുത്തേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കുത്തും കോമയും ഇല്ലാതെയും എഴുതാം. അപ്പോൾ ഈ ഒരു ലെറ്ററിൽ തന്നിരിക്കുന്നത് കുത്തും കോമയും എഴുതാതെയാണ്. കുത്തും കോമയുടെ ആവശ്യവും ഇല്ല. വേണമെങ്കിൽ കുത്തും കോമയൊക്കെ ഇടാം. ഐവി കോട്ടേജ് കഴിഞ്ഞ് വേണമെങ്കിൽ കോമ ഇടാം. കാന്റ് കഴിഞ്ഞിട്ട് കോമ ഇടാം. ഡെറാഡൂൺ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പാണ് ഇടേണ്ടത്. ദെൻ ആഫ്റ്റർ എ സ്പേസ് യു ഹാവ് ടു പുട്ട് ദ ഡേറ്റ് ലൈൻ. അപ്പം നമ്മൾ ആ സെൻറ്റേഴ്സിൻ്റെ അഡ്രസ്സ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വിട്ടിട്ട് വേണം ഡേറ്റ് എഴുതാൻ. ഡേറ്റ് എഴുതുക 28 ഏപ്രിൽ 1997. അവിടെയും കോമ ഉപയോഗിക്കാം. 28 കഴിഞ്ഞിട്ട് ഏപ്രിൽ കഴിഞ്ഞിട്ട് കോമ ഉപയോഗിക്കാം. ദെൻ എ സ്പേസ്. ആ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വേണം. ഡിയർ ശ്രാവൺ. അപ്പോൾ ഡിയർ ശ്രാവൺ കഴിഞ്ഞിട്ടും ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ ദെയർ. അവിടെ സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ യുവേഴ്സ് ലവിംഗ്ലിക്ക് തൊട്ട് മുൻപ് ലെറ്റർ അവസാനിക്കുന്നു. ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ ദർ. യുവേഴ്സ് ലവിംഗ് തൊട്ട് മുമ്പ് അത് ബോഡി ഓഫ് ദ ലെറ്ററാണ്. യുവേഴ്സ് ലവിംഗ്ലി എന്ന് പറഞ്ഞാൽ അവസാനത്തെ ലീവ് ടേക്കിംഗ് ആണ്. ലാസ്റ്റ് പറയുന്ന, നമ്മൾ ലെറ്റർ അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന വാക്കാണ് യുവേഴ്സ് ലവിംഗ്ലി. ദെൻ എ സ്പേസ്. ദെൻ ദ നെയിം. യു ക്യാൻ പുട്ട് ദ നെയിം. yours lovingly space and SD. What is SD there? Signed or undersigned. അവിടെ സൈൻ ഇടുന്നതിൻ്റെ സിമ്പിളാണ് SD. So now you can see the complete letter. So I will explain the meaning of the letter. So hope you are enjoying your vacation there. ഞാൻ പ്രതീക്ഷിക്കുന്നു നീ അവിടെ നിൻ്റെ വെക്കേഷൻ, അവധിക്കാലം ആഘോഷിക്കുകയാണ്, അല്ലെങ്കിൽ എൻജോയ് ചെയ്യുകയാണ്, ആസ്വദിക്കുകയാണ്. ഐ ഗോട്ട് എ ഗ്രേ സ്ക്വിറൽ ആസ് മൈ ന്യൂ ഫ്രണ്ട്. എനിക്കൊരു ഗ്രേ സ്ക്വിറൽ, ചാരനിറമുള്ളൊരു സ്ക്വിറലിനെ എൻ്റെ സുഹൃത്തായിട്ട് കിട്ടി. ഐ എം ക്വൈറ്റ് ത്രിൽഡ് ബൈ ദ കമ്പനി വിത്ത് ദിസ് നോൺ ഹ്യൂമൻ ഫ്രണ്ട്. അപ്പോൾ ക്വയറ്റ് മീൻസ് കംപ്ലീറ്റ്ലി, പൂർണ്ണമായും ത്രിൽഡാണ്, അങ്ങേയറ്റം സന്തോഷമുണ്ട്. കാരണം എന്താണ്? ഈ നോൺ ഹ്യൂമൻ ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ, മനുഷ്യനല്ലാത്ത നോൺ ഹ്യൂമൻ ഫ്രണ്ടിനെ കിട്ടിയതിൽ വലിയ സന്തോഷമാണ്. The grey little squirrel lives on the old banyan tree. ആൽമരത്തിലാണ്, പഴക്കമുള്ള ആ ഒരു ബാനിയൻ ട്രീയിലാണ് താമസിക്കുന്നത്. ഹീ ഈസ് വെരി ലവ്ലി ആൻഡ് ലവിങ്. വെരി ലവ്ലി, കാണാൻ സൗന്ദര്യമുള്ളതാണ്, സ്വീറ്റാണ്. ലവിങ്, സ്നേഹിക്കുന്നതാണ്. ആൻഡ് നൗ ഹാസ് ബിക്കം ബോൾഡ് ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കൂടി അത് ബോൾഡായി, കുറച്ചുകൂടെ ധൈര്യം അതിന് കിട്ടി. ഇതിനാണ് എൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ആ ധൈര്യമുണ്ട്. ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഡു നോട്ട് സീം ടു അപ്രീഷിയേറ്റ് ദിസ് അഫെയർ. അപ്പോൾ അവൻ്റെ ഈ അണ്ണാൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഇതിനെ വലിയ താല്പര്യത്തോടെ കാണുന്നില്ല. അവനൊരു മണ്ടനാണ്, അല്ലെങ്കിൽ അവനെന്തോ ഒരു ധിക്കാരി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഫ്രണ്ട്സും റിലേറ്റീവ്സും വിചാരിച്ചു.
I will send his picture and you too will soon love him. അപ്പം ഞാൻ അവൻ്റെ പിക്ചർ അയക്കാം, നീയും അവനെ ഒത്തിരി ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞിട്ട് യുവേഴ്സ് ലവിങ്ലി, then a space and then put some space and signed and the name. Then we shall discuss the activity 4. The boy was thrilled at seeing the fight between the cobra and the mongoose. You may also have the same feeling. Narrate the fight in your own words. അപ്പം ഈ ഒരു ഫൈറ്റ് കണ്ടു, ആര് കണ്ടു? The boy saw the fight and he was thrilled. ഭയങ്കര ഒരു വലിയ സന്തോഷം അവന് കിട്ടി ഈ ഒരു ഫൈറ്റ് കണ്ടപ്പോൾ. അപ്പോൾ യു മേ ഓൾസോ ഹാവ് ദ സെയിം ഫീലിംഗ്, നിങ്ങൾക്കും അങ്ങനെ ഒരു ഫീലിംഗ് തന്നെ ആയിരിക്കും ഉണ്ടായത് ഇത് കഥ വായിച്ചപ്പോൾ. നറേറ്റ് ദ ഫൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്, നിങ്ങളുടെ വാക്യത്തിൽ ഈ ഫൈറ്റ് എഴുതുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫൈറ്റ് സീനും കൂടെ ഡിസ്കസ് ചെയ്യാം. The boy used to sit on the platform halfway up the banyan tree. ബാനിയൻ ട്രീയിൽ പകുതി പൊക്കത്തിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവിടെ ഇരിക്കുമായിരുന്നു ബോയ്. ദ ബോയ് യൂസ്ഡ് ടു സിറ്റ്, ഇരിക്കുമായിരുന്നു. ബട്ട് നത്തിങ് എക്സൈറ്റിംഗ് ഒക്കേർഡ്, നത്തിങ് ഒന്നും ഇല്ല, എക്സൈറ്റിംഗ് ആയിട്ടൊന്നും സംഭവിച്ചില്ല, ആശ്ചര്യകരമായിട്ടൊന്നും സംഭവിച്ചില്ല. വൈൽ ഹി വാസ് ദെയർ. അപ്പോൾ അതിൻ്റെ പുറത്ത് വെറുതെ ഇരിക്കുകയാണ്, പ്രത്യേകിച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം സംഭവിക്കുന്നില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊന്നും സംഭവിക്കുന്നില്ല. ഹൗവെവർ ഇൻ എ ഹോട്ട് ഏപ്രിൽ ആഫ്റ്റർനൂൺ, എന്നിരുന്നാലും എങ്കിലും, ഹൗവെവർ ഹോട്ട് ഏപ്രിൽ ആഫ്റ്റർനൂൺ ആൻ എക്സൈറ്റിംഗ് അൺഫർഗറ്റബിൾ ഇവൻറ്റ് ഹാപ്പൻഡ് ഇൻ ഹിസ് ലൈഫ്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഉദ്വേഗജനകമായ, മറക്കാൻ പറ്റാത്ത ഒരു സംഭവം അവൻ്റെ ജീവിതത്തിൽ നടന്നു. Then he saw black cobra gliding out to the clump of cactus. കള്ളിമുൾച്ചെടിയുടെ കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും ഒരു കോബ്ര പതുക്കെ ഇങ്ങനെ തെന്നി ഇഴഞ്ഞു വരികയാണ്. The same time a mongoose emerged from the bushes. കുറ്റിച്ചെടിയുടെ ഇടയിൽ നിന്നും കീരിയും വരികയാണ്. Went straight for the cobra. കോബ്രയെ അറ്റാക്ക് ചെയ്യുകയാണ്. In a clearing beneath the tree. അപ്പോൾ എവിടെ വെച്ചാണ്? ക്ലിയറിങ് ബിനീത്ത് ദ ട്രീ. അപ്പോൾ ട്രീയുടെ താഴെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ ക്ലിയർ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് കുട്ടിക്ക് കാണാനും പറ്റും. ബിനീത്ത് എന്ന് വെച്ചാൽ അണ്ടർ ദ ട്രീ. ഇൻ ബ്രൈറ്റ് സൺഷൈൻ, നല്ല സൂര്യപ്രകാശമുള്ള സമയത്താണ്. ദേ കെയിം ഫേസ് ടു ഫേസ്, അവർ മുഖാഭിമുഖം വന്നു. 3 feet long mongoose was a superb fighter, clever and aggressive. 3 അടി നീളമുള്ള ഈ മംഗൂസ്, പക്ഷേ എന്താണ്, നീളം കുറവായിരുന്നെങ്കിലും he was a good fighter, ഭയങ്കര ഒരു യോദ്ധാവായിരുന്നു. ക്ലെവർ ആൻഡ് അഗ്രസീവ്, ബുദ്ധിയുള്ളവനായിരുന്നു. അഗ്രസീവ്, ആക്രമണകാരിയായിരുന്നു. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. കോബ്രയും നല്ല കഴിവുള്ള ഒരു അനുഭവ സമ്പത്തുള്ള ഒരു ഫൈറ്ററായിരുന്നു. കോബ്ര ഹിസ്ഡ് ആൻഡ് വെൻ ഫോർ ദ മംഗൂസ്. അപ്പോൾ ചീറ്റിക്കൊണ്ട്, ഹിസ്ഡ് എന്ന് വെച്ചാൽ ചീറ്റി. വെൻ ഫോർ ദ മംഗൂസ്, മംഗൂസിൻ്റെ അടുത്തേക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് ചെല്ലുകയാണ്. സ്പ്രെഡിങ് ഇറ്റ് സ്പെക്ടക്കിൾഡ് ഹുഡ് ആൻഡ് ഡാർട്ടിങ് ഇറ്റ്സ് ഫോക്ഡ് ടങ് ഇൻ ആൻഡ് ഔട്ട്. അപ്പോൾ സ്പെക്ടക്കിൾഡ് ഹുഡ്, കണ്ണാടി പോലെയുള്ള, കണ്ണിൽ വയ്ക്കുന്ന കണ്ണാടി പോലെയുള്ള അതിൻ്റെ പത്തി വിടർത്തിയിട്ട്, ഡാർട്ടിങ് ഇറ്റ്സ് ഫോക്ഡ് ടങ്, അതിൻ്റെ ടങ്, അതിൻ്റെ നാവ് പുറത്തോട്ടും അകത്തോട്ടും പെട്ടെന്ന് പുറത്തോട്ട് വിടുകയും അകത്തോട്ട് വലിക്കുകയും ചെയ്തുകൊണ്ടാണ് അത് അറ്റാക്ക് ചെയ്യുന്നത്. However, the mongoose was shielded by his long hair. അത് കൊത്തിയെങ്കിലും അതിന് പ്രൊട്ടക്ഷനായിട്ട്, ഷീൽഡായിട്ട്, മംഗൂസിന് ഷീൽഡായിട്ട് അതിൻ്റെ നീളമുള്ള കട്ടിയുള്ള ബുഷി ഹെയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവന് കൊത്തൊന്നും ശരീരത്തിൽ ഏക്കത്തില്ലായിരുന്നു. The cobra swayed from side to side and tried to mesmerize the mongoose into making a false move. കോബ്ര അങ്ങോട്ടും ഇങ്ങോട്ടും ആടി. ആൻഡ് ട്രൈ ടു മെസ്മറൈസ് ചെയ്യുക, മാന്ത്രിക വലയത്തിലാക്കുക. മെസ്മറൈസ് ഇൻറ്റു കബളിപ്പിക്കുക, പറ്റിക്കുക. ഇൻറ്റു മാർക്കിംഗ് എ ഫാൾസ് മൂവ്, തെറ്റായ ഒരു നീക്കം. തെറ്റായ നീക്കത്തിന്
നീക്കത്തിലേക്ക് നയിക്കത്തക്ക രീതിയിൽ അവനെ വഴിതെറ്റിക്കാനായിട്ട് ആര് ശ്രമിച്ചു? കോബ്ര ശ്രമിച്ചു. കോബ്ര ഇവനെ കബളിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി. But fixing his gaze below, the cobra's hood opened the attack. അപ്പോൾ എന്താണ്? കോബ്രയുടെ ഹുഡിന് താഴെ നോക്കിയിട്ട്, പത്തിയുടെ താഴെ നോക്കിയിട്ട് മംഗൂസ് എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്തു. Cobra's efforts to strike the mongoose were all futile. കോബ്രയുടെ എഫേർട്സ്, എല്ലാ ശ്രമങ്ങളും ടു സ്ട്രൈക്ക് എന്ന് വെച്ചാൽ കൊത്തുക, ദ മംഗൂസ് വെയർ ഓൾ ഫ്യൂട്ടൈൽ എന്ന് വെച്ചാൽ ഫലമില്ലാതെ പോയി, നിഷ്ഫലമായി പോയി. The mongoose darted in as swiftly as the cobra and biting the snake on the back. അപ്പം അതേ വേഗത്തിൽ, ആരുടെ വേഗത്തിൽ? കോബ്രയുടെ അതേ വേഗത്തിൽ തന്നെ മൂവ് ചെയ്തു. ഡാർട്ട് മീൻസ് മൂവ് ഫാസ്റ്റ്. ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്, കടിച്ചു, അതിൻ്റെ പുറകിൽ കടിച്ചു. ഡാർട്ടിങ് അവേ അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്. അപ്പോൾ ഒരു പ്രാവശ്യം അതിൻ്റെ പുറകിൽ കടിച്ചിട്ട് പെട്ടെന്ന് വീണ്ടും ദൂരത്തേക്ക് പോയി. അതായിരുന്നു ഈ കീരിയുടെ തന്ത്രം. A second time the mongoose gave a lightning snap to the exhausted snake. ആദ്യത്തെ കടി കിട്ടിയപ്പോൾ തന്നെ അതിന് ക്ഷീണം തുടങ്ങി, എക്സോസ്റ്റഡ് ആയി. പിന്നീട് എക്സോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ക്ഷീണിച്ച് ശക്തി ക്ഷയിച്ച് വന്ന അവസ്ഥയിൽ രണ്ടാമത്തെ കടി കൂടെ കൊടുത്തു. The cobra tried to coil around the mongoose but of no avail. കോബ്രയുടെ അവസാന ശ്രമം എന്തായിരുന്നു? ഇവൻ്റെ ചുറ്റും അവനെ ഒന്ന് ചുറ്റി വരിഞ്ഞ് കൊല്ലാൻ ഒരുങ്ങി. പക്ഷേ അതും നിഷ്ഫലമായി പോയി. ഓഫ് നോ അവെയിൽ മീൻസ് നിഷ്ഫലമായി പോയി. The mongoose went on with his fierce attack. മംഗൂസ് വളരെ ഭീകരമായ അറ്റാക്ക് തുടർന്നുകൊണ്ടിരുന്നു. Until the snake ceased to struggle. അപ്പോൾ അതിൻ്റെ സ്ട്രഗ്ലിങ് തീരുന്നത് വരെ, സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഫൈനലി ദ മംഗൂസ് ഡ്രാഗ്ഡ് ദ കോബ്ര ഇൻ ടു ദ ബുഷസ്. അവസാനം കോബ്രയെ ബുഷസിലേക്ക് കൊണ്ടുപോയി, കുറ്റിക്കാട്ടിലേക്ക് വലിച്ചുകൊണ്ട് പോയി. ആ കോബ്ര ചത്തുപോയി. So now activity 6, prepare a narrative. നറേറ്റീവ് എന്താണ്? നറേറ്റീവ് എന്ന് വെച്ചാൽ വിവരണമാണ്. നമ്മൾ വിവരിക്കുക, നമ്മൾ കാര്യങ്ങൾ വിവരിക്കുന്നതിനാണ് നറേറ്റീവ് എന്ന് പറയുന്നത്. പ്രിപ്പയർ എ നറേറ്റീവ്. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ആൻഡ് തേർഡ് പേഴ്സൺ നറേറ്റീവ്. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള നറേറ്റീവ് ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ആൻഡ് തേർഡ് പേഴ്സൺ നറേറ്റീവ്. അപ്പം ഫസ്റ്റ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. അപ്പം പേഴ്സണൽ പ്രോനൗൺസ് പഠിക്കുമ്പോഴാണ് അതിനകത്താണ് ഫസ്റ്റ് പേഴ്സൺ ആൻഡ് സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഒക്കെ വരുന്നത്. ഫസ്റ്റ് പേഴ്സൺ, ഐ ആൻഡ് വി ആർ ഫസ്റ്റ് പേഴ്സൺ. യു ആൻഡ് യു ആർ സെക്കൻഡ് പേഴ്സൺ. ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ ആർ തേർഡ് പേഴ്സൺ. അപ്പോൾ ഐയും വിയും വന്നു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് പേഴ്സൺ ആണ്. ഐ എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്, വി എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. ഐ എന്ന് വെച്ചാൽ ഞാൻ, വി എന്ന് വെച്ചാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. യു സിംഗുലർ വരുമ്പോൾ നീയാണ്. യു രണ്ടാമത്തെ പ്ലൂറൽ യു വരുമ്പോൾ നിങ്ങൾ. ഇപ്പം നീ, നിങ്ങൾ, ഞാൻ, ഞങ്ങൾ, നീ, നിങ്ങൾ. ഹി, ഷീ, ഇറ്റ് അവൾ, അവൻ, അവൾ, അത് അല്ലെങ്കിൽ ഇത്. എന്ന് വെച്ചാൽ അവരാണ്. അപ്പം ഐ, വി, യു, ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ ആർ പേഴ്സണൽ പ്രൊനൗൺസ്. അപ്പം ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കൂടുതലായിട്ടും ഐ ആയിരിക്കും. കഥ പറയുന്നത് ഞാനായിരിക്കും. ഞാൻ എൻ്റെ കഥ പറയുന്നു. തേർഡ് പേഴ്സൺ നറേറ്റീവ് വരുമ്പോൾ അവിടെ അവൻ്റെ കഥ നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ അവളുടെ കഥ നമ്മൾ പറയുമ്പോഴാണ് തേർഡ് പേഴ്സൺ നറേറ്റീവ്. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ക്വസ്റ്റ്യൻ മോഡൽ നോക്കാം. The boy himself narrating the story to his friend, brother or sister. ഇപ്പോൾ ഇവിടുത്തെ കഥയിൽ ബോയ് ആണ് ഇവിടുത്തെ ഐ എന്ന് പറയുന്നത്. ബോയ് പറയുന്നത് എന്താണ്? ബോയ് ഈസ് ടെല്ലിങ് ദ സ്റ്റോറി ടു ഹിസ് ഫ്രണ്ട്. നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ആ ബോയ് ഫ്രണ്ടിനോട് കഥ പറയുന്ന രീതിയിൽ
നമ്മൾ കഥ പറയാൻ. അപ്പോൾ നമ്മൾ ഐ ആയിരിക്കും, ഐയും വിയും ഒക്കെ ആയിരിക്കും കൂടുതൽ. ഞാൻ പാമ്പിനെ കണ്ടു, ഞാൻ മരത്തിൽ കയറി ഇരുന്നപ്പോൾ പാമ്പും കീരിയും കൂടെ യുദ്ധം നടക്കുന്നു കണ്ടു. അപ്പോൾ അവിടെ കൂടുതൽ വരുന്നത് ഞാൻ, ഞങ്ങൾ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനെയാണ് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ്. വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അസ്യൂം ദാറ്റ് യു ആർ ദ ബോയ് ഓഫ് ദ സ്റ്റോറി. ചിന്തിക്കുക, നിങ്ങളാണ് കഥയിലെ ബോയ്. and tell your story to your friend or friends, sister, brother or father or mother. അമ്മയോടോ അച്ഛനോടോ സുഹൃത്തുക്കളോടോ ബ്രദറിനോടോ സിസ്റ്ററിനോടോ ഒക്കെ കഥ പറയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കഥ പറയുക. അപ്പം നിങ്ങൾ ബോയ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെയും ഐയും വിയും ആയിരിക്കും കൂടുതലായിട്ട് വരേണ്ടത്. തേർഡ് പേഴ്സൺ നറേറ്റീവ് എന്ന് പറയുമ്പം അവിടെ കൂടുതലായിട്ട് വരുന്നത് എന്താണ്? തേർഡ് പേഴ്സൺ പ്രൊനൗൺസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ദ ബോയ് ഇൻ ദ സ്റ്റോറി ഈസ് യുവർ ഫ്രണ്ട്. യു നറേറ്റ് ദ ബോയ്സ് എക്സ്പീരിയൻസ് വിത്ത് എനി ഓഫ് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടാണ് ബോയുടെ കഥ നിങ്ങൾ പറയുന്നു. യൂഷ്വൽ സ്ട്രക്ചർ ഓഫ് എ നറേറ്റീവ് ഇസ് എ തേർഡ് പേഴ്സൺ നറേറ്റീവ്. സാധാരണ യൂഷ്വൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ നറേറ്റീവ് ആണ് എപ്പോഴും സാധാരണ പറയാറുള്ളത്. അടുത്ത സെവൻത് ആക്ടിവിറ്റി. എ സിംഗിൾ ബാനിയൻ ട്രീ ക്രിയേറ്റ്സ് സച്ച് ബ്യൂട്ടി ആൻഡ് ഹാർമണി. ഇപ്പോൾ ഒരു ബാനിയൻ ട്രീ, ഒരു ആൽമരം ഭയങ്കര സൗന്ദര്യം ഉണ്ടാക്കുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു, ആൻഡ് ഹാർമണി. സമൂഹത്തിൽ ഹാർമണി ആൻഡ് ബ്യൂട്ടി ഉണ്ടാക്കുന്നതിൽ ഒരു ബാനിയൻ ട്രീ വളരെയധികം പങ്കുവഹിച്ചിരിക്കുകയാണ്. ഹൗ വിൽ ഇറ്റ് ബി ഇഫ് വി ഹാവ് സച്ച് ബ്യൂട്ടി എവറിവെയർ? അപ്പം എല്ലായിടത്തും ഇങ്ങനെ ഒരു സൗന്ദര്യം ഉണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും? വാട്ട് ഷുഡ് ബി ഡു ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ? അപ്പം നേച്ചറിൻ്റെ കൺസർവേഷന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ രസയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ മീനിങ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ യു ടു ലേൺ ദ ആൻസർ. Conservation of nature, you will get the points also. Conservation of nature means the preservation of forests, land, water bodies, minerals, fuels and natural gases, etc. ഇപ്പോൾ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിസർവ് ചെയ്യണം, സംരക്ഷിക്കണം. ഫോറസ്റ്റിനെ സംരക്ഷിക്കണം, ലാൻഡ് സംരക്ഷിക്കണം, വാട്ടർ ബോഡീസ് ജലാശയങ്ങൾ, നമ്മുടെ മിനറൽസ്, മെറ്റൽസ്, ഫ്യൂവൽസ്, നമ്മുടെ ഇന്ധനങ്ങൾ, പ്രകൃതിവാതകങ്ങൾ എല്ലാത്തിനെയും സംരക്ഷിക്കുന്നതിനെയാണ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺസർവേഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ദാറ്റ് ഷുഡ് ബി ഫോർ ദ ഫ്യൂച്ചർ യൂസ്. മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദീസ് കണ്ടിന്യൂ ടു ബി അവൈലബിൾ ഇൻ അബൻഡൻസ്. അപ്പോൾ ഇത് പെട്ടെന്നങ്ങ് എടുത്ത് തീർക്കാൻ, ചൂഷണം ചെയ്ത് തീർക്കാനുള്ളതല്ല. മേക്ക് ഷുവർ, നമ്മൾ ഷുവർ ആകണം. ഇതിനാണ് ഓൾ ദീസ് കണ്ടിന്യൂ ടു ബി അവൈലബിൾ ഇൻ അബൻഡൻസ്. എല്ലാം പിന്നീടുള്ള തലമുറയ്ക്കും അവൈലബിൾ ആയിരിക്കണം. കണ്ടിന്യൂ ടു ബി അവൈലബിൾ ഇൻ അബൻഡൻസ്, ധാരാളമായിട്ടുണ്ടായിരിക്കണം. Thus all these natural resources make life worth living on earth. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നാച്ചുറൽ റിസോഴ്സസ് ആണ്, പ്രകൃതിയുള്ള ഉറവിടങ്ങൾ. ആ റിസോഴ്സസ് ഒക്കെ നമുക്ക് ഭൂമിയിൽ ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. Life would not be imaginable without air, water, sunlight, as well as other resources present on the earth. ലൈഫ് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല എയർ ഇല്ലാതെ, അന്തരീക്ഷമില്ലാതെ, വെള്ളമില്ലാതെ, സൂര്യപ്രകാശമില്ലാതെ ലൈഫിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ സാധിക്കുകയില്ല. ആസ് വെൽ ആസ് അതർ നാച്ചുറൽ റിസോഴ്സസ് പ്രസന്റ് ഓൺ ദ എർത്ത്. മറ്റ് പ്രകൃതി വിഭവങ്ങളുണ്ട്. അവയൊന്നുമില്ലെങ്കിൽ നമ്മുടെ ജീവിതം ശരിയാകത്തില്ല. Nowadays deforestation, development, pollution, industrialization and harm nature and natural resources. പ്രകൃതിയും പ്രകൃതി വിഭവങ്ങളെയും ഉപദ്രവിക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാട് വെട്ടിത്തെളിക്കുക, ഡീഫോറസ്റ്റേഷൻ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ട്,
അൺസസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അൺസസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രകൃതിക്ക് ദോഷമുണ്ടാക്കും. പൊല്യൂഷൻ, മലിനീകരണം, ഇൻഡസ്ട്രിയലൈസേഷൻ, ഒത്തിരി ഫാക്ടറീസും കമ്പനീസൊക്കെ ഉണ്ടാക്കുന്നതിനാണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. അതും പ്രകൃതി നശിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നെങ്കിൽ അത് പ്രകൃതി വിഭവങ്ങൾക്ക് ദോഷമാണ് ചെയ്യുന്നത്. ഫോറസ്റ്റ് ആൻഡ് ദ ഗ്രീനറി ഓഫ് അവർ ലാൻഡ് ആർ ഡിസ്ട്രോയിഡ് ഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അൺസസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇപ്പം കാടും നമ്മുടെ പച്ചപ്പ്, ഗ്രീനറി ഓഫ് അവർ ലാൻഡ് ആർ ഡിസ്ട്രോയിഡ്, അത് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു, നശിപ്പിക്കപ്പെടുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അൺസസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. മനുഷ്യൻ്റെ നിലനിൽപ്പില്ലാത്ത വികസനം, നിലനിൽപ്പ് നോക്കാത്ത വികസനത്തിനെയാണ് അൺസസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അവർ വാട്ടർ ബോഡീസ് ആർ പൊള്യൂട്ടഡ് ടു കോസിങ് അൺഅവൈലബിലിറ്റി ഓഫ് പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ നമുക്ക് പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ അല്ല. കാരണം എന്താണ്? അവർ വാട്ടർ ബോഡീസ് ആർ പൊള്യൂട്ടഡ്. നമ്മുടെ ജലാശയങ്ങൾ മലിനമായിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ്, നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാനൊന്നും കിട്ടുന്നില്ല. ട്രീസ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. മരങ്ങളെക്കുറിച്ച് പറയുകയാണ്. മരങ്ങൾ സോയിൽ ഇറോഷനെ തടയുന്നു, മണ്ണൊലിപ്പ് തടയുന്നു. ആൻഡ് കൺട്രോൾ ഫ്ലഡ്സിനെ കൺട്രോൾ ചെയ്യുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് തടയുന്നു. ഫോറസ്റ്റ് ആർ സോഴ്സ് ഓഫ് ഓക്സിജൻ. മരങ്ങളെന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ഓക്സിജൻ, ഓക്സിജൻ്റെ ഉറവിടമാണ്. ഓക്സിജൻ നമുക്ക് കിട്ടുന്നത് മരങ്ങളിൽ നിന്നാണ്. ആൻഡ് വേരിയസ് കൈൻഡ്സ് ഓഫ് മെഡിസിൻസ്, നമുക്ക് മറ്റ് മെഡിസിൻസും ഈ മരങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. റിവേഴ്സ്, ഓഷ്യൻസ്, ഹിൽസ്, മൗണ്ടൻസ് ടു ആർ വെരി എസെൻഷ്യൽ ടു മാൻസ് എക്സിസ്റ്റൻസ് ഓൺ എർത്ത്. നദികൾ, ഓഷ്യൻസ്, സമുദ്രങ്ങൾ, കുന്നുകൾ, മൗണ്ടൻസ്, ഇതെല്ലാം എന്താണ്, വെരി എസെൻഷ്യൽ, വളരെ അത്യന്താപേക്ഷിതമാണ്. ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളാണ്, മാറ്റിവെക്കാനാവാത്ത കാര്യങ്ങളാണ് ഹിൽസ്, ഓഷ്യൻസ്, മൗണ്ടൻസ്, റിവേഴ്സൊക്കെ നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ നിലനിൽപ്പ്, മാൻസ് എക്സിസ്റ്റൻസ്. ഇൻഡിസ്ക്രിമിനേറ്റ്, ഒരു തരംതിരിവില്ലാതെ, ഇൻഡിസ്ക്രിമിനേറ്റ്, വേർതിരിവില്ലാതെ. സാൻഡ് മൈനിങ്, മണലെടുപ്പ്. കിൽസ് എ റിവേഴ്സിനെ കൊല്ലുന്നു, നദികളെ കൊല്ലുന്നു. ആൻഡ് പ്യുവർ വാട്ടർ ബോഡീസ് ആർ കണ്ടാമിനേറ്റഡ് ബൈ ഡംപിങ് ഓഫ് വേരിയസ് കൈൻഡ്സ് ഓഫ് വേസ്റ്റ് ഇൻക്ലൂഡിങ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ഫ്രം ഫാക്ടറീസ്. അപ്പോൾ നമ്മുടെ വാട്ടർ ബോഡീസ്, നമ്മുടെ നദികൾ, നമ്മുടെ ജലാശയങ്ങളൊക്കെ കണ്ടാമിനേറ്റഡ് ആകുന്നു, പൊള്യൂട്ടഡ് ആകുന്നു, മലിനമാകുന്നു. ഡംപിങ്, കാരണം എന്താണ്? ഡംപിങ് ഓഫ് വേരിയസ് കൈൻഡ്സ് ഓഫ് വേസ്റ്റ് ഇൻക്ലൂഡിങ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ഫ്രം ഫാക്ടറീസ്. അപ്പോൾ വേസ്റ്റ് ഏതൊക്കെ തരത്തിലാണ്? സാധാ വേസ്റ്റ് ഉണ്ട്, പിന്നെ ഇൻഡസ്ട്രിയൽ, വ്യാവസായികമായിട്ട് വരുന്ന എഫ്ലുവൻസ്, മലിനമായിട്ടുള്ള കെമിക്കൽസ് എല്ലാം നമ്മൾ നദികളിലേക്കാണ് ഒഴുക്കുന്നത്, ഫ്രം ഫാക്ടറീസ്. ഡീഫോറസ്റ്റേഷൻ ലീഡ്സ് ടു എയർ പൊല്യൂഷൻ. ഡീഫോറസ്റ്റേഷൻ്റെ പ്രത്യേകത എന്താണ്? അത് നമ്മുടെ വായു മലിനമാക്കുന്നു. ഇൻക്രീസ് ഇൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. അപ്പോൾ അതിന് കാരണം, ഡീഫോറസ്റ്റേഷൻ കാരണം അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നു. കാരണം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, അങ്ങനെയൊക്കെയുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അളവ് കൂടുമ്പം ഭൂമിയുടെ ചൂട് കൂടുന്നു. ദിസ് ലീഡ്സ് ടു ഗ്ലോബൽ വാർമിംഗ്. അങ്ങനെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നു. ഗ്ലോബൽ വാർമിംഗ് ഹാസ് സീരിയസ് ഇമ്പാക്റ്റ് ഓൺ ദ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഇൻ ലാൻഡ് ആൻഡ് ഓഷ്യൻ. കരയിലും കടലിലും ഒക്കെ ക്ലൈമാറ്റിക് ചേഞ്ചസ് ഉണ്ടാക്കുന്നത്, കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നത്, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഗ്ലോബൽ വാർമിംഗ് ആണ്. അപ്പോൾ കരയിലെയും കടലിലെയും കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുന്നത്, വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഗ്ലോബൽ വാർമിംഗ് ആണ്. In order to resolve the serious threats to our environment, we needed to be aware of the problems and make our fellow beings aware of them. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സീരിയസ് ത്രെറ്റ്സിനെ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ബി അവെയർ ഓഫ് ദ പ്രോബ്ലംസിനെ കുറിച്ച് നമുക്ക് ബോധമുണ്ടായിരിക്കണം. ആൻഡ് മേക്ക് അവർ ഫെലോ ബീങ്സ് അവെയർ ഓഫ് ദം. നമ്മുടെ സഹവർത്തികൾ, നമ്മുടെ കൂടെ ഉള്ളവരെ അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കണം. വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം.
ആൻഡ് എഫോറസ്റ്റേഷൻ, മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, കാടുണ്ടാക്കുക, ഇതൊക്കെയാണ്. അതിലൊക്കെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. പ്ലാന്റ് ട്രീസ് വെനെവർ ആൻഡ് വേറെവർ വി ക്യാൻ, നമ്മൾ എവിടേക്ക് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക അവിടെയെല്ലാം മരങ്ങൾ വെച്ചുപിടിപ്പിക്കണം. ആൻഡ് പ്രൊട്ടക്റ്റ് അവർ വാട്ടർ ബോഡീസ് ആൻഡ് ഗെറ്റ് റിഡ് ഓഫ് പ്ലാസ്റ്റിക്, നമ്മുടെ ജലാശയങ്ങൾ സംരക്ഷിക്കുക, പ്ലാസ്റ്റിക്കിനെ അവോയ്ഡ് ചെയ്യുക, ദൂരെ അകറ്റുക. സം അഡീഷണൽ സബ്ജക്ട്സ് നമുക്ക് നോക്കാം. അഡീഷണൽ സബ്ജക്ട്സ് ആണ് ഗ്ലോബൽ വാർമിംഗ്. എന്താണ് ഗ്ലോബൽ വാർമിംഗ്? അപ്പം നമുക്കിത് എന്തിനാണ് ഈ അഡീഷണൽ സബ്ജക്ട്സ് പഠിക്കുന്നത്? നമുക്ക് ഈ പ്രകൃതിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ചോദിക്കുമ്പം അതിനകത്ത് ഈ പോയിന്റ്സ് കൂടെ, ഈ സബ്ജക്ട്സ് കൂടെ ചേർക്കാൻ പറ്റും. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് ചേർക്കാൻ പറ്റും. ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ കുറിച്ച് അതെന്താണെന്നൊക്കെ ചേർക്കാൻ പറ്റും. ഓഷ്യൻ അസിഡിഫിക്കേഷൻ എന്താണെന്ന് ചേർക്കാൻ പറ്റും. അപ്പം നമ്മൾ എസ് എഴുതുമ്പോൾ നമ്മുടെ എസ് ഐക്ക് വലിപ്പം കൂടാൻ വേണ്ടി, മാർക്ക് അനുസരിച്ച് 7-8 മാർക്കൊക്കെ വരുമ്പോൾ വലിപ്പം കൂട്ടാൻ വേണ്ടി നമുക്ക് ഈ ഇതൊക്കെ പോയിന്റ്സ് പഠിച്ചു വെച്ചാൽ നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഈ അഡീഷണൽ പോയിന്റ്സ് പറഞ്ഞു തരുന്നത്. എന്താണ് ഗ്ലോബൽ വാർമിംഗ്? ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ ദ ഓവറോൾ ടെമ്പറേച്ചർ, മൊത്തത്തിലുള്ള ടെമ്പറേച്ചറിൻ്റെ പതുക്കെയുള്ള വർധനവാണ് ഗ്ലോബൽ വാർമിംഗ്. ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൻ്റെ താപനില, ചൂട് കൂടുന്നതിനാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ടഡ് ടു ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, അതിൻ്റെ കാരണം ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുമ്പോൾ ചൂട് കൂടും. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ പോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുമ്പോൾ ചൂട് കൂടും. കോസ്ഡ് ബൈ ഇൻക്രീസ് ലെവൽസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, CFCs, CFC എന്ന് വെച്ചാൽ ക്ലോറോ ഫ്ലോറോ കാർബൺ ആൻഡ് അതർ പൊല്യൂട്ടൻസ്, മറ്റ് പൊല്യൂട്ടൻസ് കൂടുന്നു. മലിനീകരണ വസ്തുക്കൾ, മലിനീകരണ വാതകങ്ങൾ കൂടുമ്പോഴാണ് അവിടെ നമുക്ക് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാകുന്നത്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റാണ് ഈ ഗ്ലോബൽ വാർമിങ് ഉണ്ടാക്കുന്നത്. കാരണം ചൂട് കൂടുന്നതിനെയാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ചൂട് പോകാതിരിക്കുക, ഈ ഭൂമിയിലേക്ക് വരുന്ന പല ചൂടിൻ്റെ അല്ലെങ്കിൽ താപത്തിൻ്റെ കുറച്ച് അംശം മാത്രമേ ഭൂമിയിൽ നിലനിൽക്കുകയുള്ളൂ. ബാക്കി കുറച്ച് ഭാഗം റിഫ്ലക്റ്റ് ചെയ്യപ്പെടും, കുറച്ച് ഭാഗം റേഡിയേറ്റഡ് ആകും. അപ്പോൾ എല്ലാം കൂടെ ഭൂമിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നത് കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വരികയാണ്, കൂടുതലായിട്ടും ഭൂമിയിൽ തന്നെ നിൽക്കുകയാണ്, അങ്ങനെ ചൂട് കൂടുകയാണ്. ദെൻ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, വാർമിംഗ് ഓഫ് എർത്ത്സ് സർഫസ് കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ ആൻഡ് അതർ ഗ്യാസസ് ഇൻ ദ എയർ. അപ്പം ഭൂമി ചൂടാകുന്നു. വാർമിംഗ് ഓഫ് ദ എർത്ത് സർഫസ്, അതാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് വാട്ടർ വേപ്പർ, വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ ചൂട് കൂടും. വായുവിൽ നീരാവി ഉണ്ടെങ്കിൽ, സ്റ്റീം ഉണ്ടെങ്കിൽ, വാട്ടർ വേപ്പർ ഉണ്ടെങ്കിൽ എന്നിട്ട് ചൂട് കൂടും. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിലും ചൂട് കൂടും. മീഥെയിൻ ഉണ്ടെങ്കിലും ആൻഡ് സർട്ടൺ അതർ ഗ്യാസസ് ഇൻ ദ എയർ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാകും. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ് പറയുന്നത്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാകുന്ന ഗ്യാസസിനെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. പിന്നെ ഓഷ്യൻ അസിഡിഫിക്കേഷൻ, നമ്മുടെ സമുദ്രങ്ങൾ ആസിഡ് പോലെയാകുന്നു, അതിൻ്റെ അസിഡിറ്റി കൂടുന്നു. ഓഷ്യൻ അസിഡിഫിക്കേഷൻ ഇസ് ദ ഇൻക്രീസ് ഇൻ ദ അസിഡിറ്റി ഓഫ് ഓഷ്യൻ വാട്ടർ. അപ്പം കടൽ ജലത്തിൻ്റെ അസിഡിറ്റി കൂടുകയാണ്, ആസിഡായി മാറിക്കൊണ്ടിരിക്കുന്നു. കോസ്ഡ് ബൈ ദ അപ്ടേക്ക് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നത് കൊണ്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടുന്നതനുസരിച്ച് ആണ് ഓഷ്യൻ അസിഡിഫിക്കേഷനും കൂടുന്നത്. ഓഷ്യൻ അസിഡിഫിക്കേഷൻ റെഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് കാർബണേറ്റ്, എ കീ ബിൽഡിംഗ് ബ്ലോക്ക് ഇൻ സീ വാട്ടർ. അപ്പോൾ ഓഷ്യൻ അസിഡിഫിക്കേഷൻ വരുമ്പം കാർബണേറ്റിൻ്റെ അളവ് കുറയും. ഈ കാർബണേറ്റ് എന്ന് പറയുന്ന സാധനം കീ ബിൽഡിംഗ് ബ്ലോക്ക് ഇൻ സീ വാട്ടർ, കടൽ ജലത്തിലെ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ്. നിർമ്മാണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കാർബണേറ്റ്. ദിസ് മേക്സ് ഇറ്റ് മോർ ഡിഫിക്കൽട്ട് ഫോർ മെറൈൻ ഓർഗനിസംസ്. മെറൈൻ ഓർഗനിസത്തിന് ഡിഫിക്കൽട്ടായിട്ട് പോകുന്നു, ജീവിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. മെറൈൻ ഓർഗനിസംസ്, കടലിലുള്ള ജീവികൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കാതാവും. സച്ച് ആസ് കോറൽ ആൻഡ് സം പ്ലാങ്ക്ടൺ. കോറൽസ് നമുക്കറിയാം, പവിഴപ്പുറ്റുകൾ. അതുപോലെ കടലിൽ വളരുന്ന സസ്യങ്ങളാണ് പ്ലാങ്ക്ടൺസ്. ടു ഫോം ദർ ഷെൽ ഉണ്ടാക്കാനും ആൻഡ് സ്കെലിറ്റൻസ് ഉണ്ടാക്കാനും ഉള്ള ശക്തി അതിന് നഷ്ടപ്പെടുകയാണ് അസിഡിഫിക്കേഷൻ കാരണം.
ആൻഡ് എക്സിസ്റ്റിംഗ് ഷെൽസ് മേ ബിഗിൻ ടു ഡിസോൾവ്. ആ ഷെല്ലുകൾ, അതിൻ്റെ പുറന്തോടുകൾ അങ്ങനെ അലിഞ്ഞു പോവുക, ഡിസോൾവ് ചെയ്യുക, അത് ഡീക്കേ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകും. സോ ദാറ്റ് ഈസ് ഓഷ്യൻ acidification. Then what is sustainable development? Sustainable development is the economic development that is conducted without depletion of natural resources. അപ്പോൾ ഭൂമിയിലെ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതിയുള്ള വിഭവങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കാതെ ചെയ്യുന്ന ഡെവലപ്മെൻറ്റിനെയാണ്, എക്കണോമിക് ഡെവലപ്മെൻറ്റിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രകൃതിക്കൊരു കുഴപ്പം ഉണ്ടാക്കാതെ ചെയ്യുന്ന ഡെവലപ്മെൻറ്റാണ്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ്സ് ആൻഡ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അപ്പോൾ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് ജനറേഷൻ, ഇപ്പോൾ ഉള്ള തലമുറയുടെ എല്ലാ നീഡ്സും, എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നു, പക്ഷേ വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അപ്പോൾ ഫ്യൂച്ചർ ജനറേഷനെയും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോഴുള്ള ആൾക്കാർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം നമ്മൾ ഉപയോഗിച്ച് തീർക്കുന്നില്ല. അവരെയും കൂടെ മുന്നിൽ കണ്ട് വീണ്ടും വീണ്ടും നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കാനുണ്ട്. അതിൻ്റെ അബൻഡൻസ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. പ്രകൃതി നശിപ്പിക്കാതെയുള്ള വികസനമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. മെൽറ്റിംഗ് ഓഫ് ഗ്ലേസിയേഴ്സ് എന്താണ്? മഞ്ഞുപാളികൾ ഉരുകുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രശ്നം? ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ അറ്റ് ദ റൂട്ട് ഓഫ് ദിസ് ഫെനോമിനൻ. മനുഷ്യരുടെ പ്രവൃത്തികൾ കാരണമാണ് മഞ്ഞുപാളികൾ ഉരുകുന്നത്. എവിടെയൊക്കെ മഞ്ഞുപാളികളുണ്ട്? ഹിമാലയത്തിലുണ്ട്, ഗ്രീൻലൻഡിലുണ്ട്, അതുപോലെ അന്റാർട്ടിക്കയിലുണ്ട്. അപ്പോൾ ഇത് ഉരുകി കഴിഞ്ഞാൽ കടൽ ജലത്തിൻ്റെ ഉയരം വർദ്ധിച്ച് പല ദ്വീപുകളും വെള്ളത്തിൻ്റെ അടിയിലാകും. അതാണ് മെൽറ്റിംഗ് ഓഫ് ഗ്ലേസിയേഴ്സ് ഇസ് എ പ്രോബ്ലം. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ അറ്റ് ദ റൂട്ട് ഓഫ് ദിസ് ഫെനോമിനൻ. ഈ ഒരു പ്രതിഭാസത്തിൻ്റെ വേരെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആക്ടിവിറ്റീസാണ്. സ്പെസിഫിക്കലി സിൻസ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അതർ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഹാവ് റൈസ്ഡ് ദ ടെമ്പറേച്ചർ. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ തുടങ്ങി അല്ലെങ്കിൽ യൂറോപ്പിൽ തുടങ്ങിയ വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ അളവ് പ്രകൃതിയിൽ കൂടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ അത് കാരണം കൂടി. ഈവൻ ഹയർ ഇൻ ദ പോൾസ് എന്ന് വെച്ചാൽ ധ്രുവ പ്രദേശങ്ങൾ, പോളാർ റീജിയനിൽ പോലും ടെമ്പറേച്ചർ കൂടി. ആൻഡ് ആസ് എ റിസൾട്ട് ഗ്ലേസിയേഴ്സ് ആർ റാപ്പിഡ്ലി മെൽറ്റിംഗ്. അപ്പോൾ ഈ ഗ്ലേസിയേഴ്സ് എല്ലാം പെട്ടെന്ന് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് മഞ്ഞായിട്ട് കിടക്കുന്ന വെള്ളം പോലും ഇപ്പോൾ വെള്ളം ഉരുകി വെള്ളമായി മാറി കടലിൽ ലയിക്കുന്നു. അങ്ങനെ കടലിൻ്റെ ഉയരം കൂടുകയാണ്. ഓഷ്യൻ വാട്ടർ ലെവൽ ഇൻക്രീസ്, ഓഷ്യൻ വാട്ടർ ലെവൽ കൂടുന്നു. So we shall wind up the session. So for more sessions you have to subscribe our YouTube channel. Bye.